നമസ്കാരം. മാധ്യമങ്ങൾക്ക് നിലവിട്ട സമീപനമെന്ന വിമർശനവുമായിട്ടിപ്പോൾ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കൊട്ടിക്കലാശത്തിന് തൊട്ടു മുമ്പായിട്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു അഭിമുഖമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുന്നത്. സ്വയം മുഖം മിനുക്കാൻ വേണ്ടി നടത്തിയ അഭിമുഖം പക്ഷേ പിണറായി ക്ഷോഭം കൊണ്ടാണ് സൈബറിടത്തിൽ ശ്രദ്ധ നേടിയത്. റിപ്പോർട്ടർ TV ചീഫ് എഡിറ്ററായിട്ടുള്ള നികേഷ് കുമാറിന് നൽകിയ ഒരു അഭിമുഖത്തിൽ മുഖ്യമന്ത്രി ദേഷ്യം കൊണ്ട് പൊട്ടിത്തെറിക്കുന്നു. നിലപാടുകൾ സ്വയം വിമർശനം വേണമെന്ന ചോദ്യമാണ് പിണറായിയെ സത്യത്തിൽ ചൊടിപ്പിച്ചത്. മാധ്യമങ്ങൾ നിരന്തരം വിമർശിക്കുന്ന പശ്ചാത്തലത്തിൽ എന്തെങ്കിലും ആത്മവിമർശനം നടത്തണോ എന്ന ചോദ്യത്തിലാണ് പിണറായി പൊട്ടിത്തെറിച്ചു പോകുന്നത്. മാധ്യമങ്ങൾക്ക് നേരെയായിരുന്നു മുഖ്യമന്ത്രിയുടെ ക്ഷോഭം മുഴുവനും. മാധ്യമങ്ങൾ നിരന്തരം മുഖ്യമന്ത്രി വിമർശിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും സ്വയം വിമർശനം വേണമെന്ന് തോന്നിയിട്ടുണ്ടോ എന്നതായിരുന്നു ചോദ്യകർത്താവ് ചോദിച്ചത്. നിങ്ങൾ ചില മാധ്യമങ്ങൾ ചെയ്യുന്ന ചില ചെറ്റത്തരങ്ങളുണ്ട്, അതിന് ഞാനാണോ സ്വയം വിമർശനം നടത്തേണ്ടത് എന്നും മാധ്യമങ്ങളല്ലേ സ്വയം വിമർശനം നടത്തേണ്ടതെന്നും നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും പിണറായി വിജയൻ എന്ന വ്യക്തിയെയാണോ ആക്രമിക്കുന്നത്? LDF എന്ന മേഖലയെ തന്നെയല്ലേ തകർക്കാൻ ശ്രമിക്കുന്നത്? അതല്ലേ വസ്തുത? അതെന്താണ് മറന്നു പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പൊട്ടിത്തെറിക്കൽ. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തൊരു സംഭവം ഉണ്ടായല്ലോ. ഒരു മാധ്യമം ഒരു ചർച്ച നടത്തുകയാണ്. ആ ചർച്ചയിൽ രണ്ട് കൂട്ടരെ മത്സരിക്കുന്നുള്ളൂ. ആ രണ്ട് കൂട്ടരിൽ UDFും BJPയും മാത്രമേ ഉള്ളൂ. അവസാനം LDFിൻ്റെ ഒരു പാവം ഇവിടെ മത്സരിക്കുന്നു എന്നൊരു വാചകവും, യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്ന മത്സരത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് LDFിലെ പന്നിൻ രവീന്ദ്രനാണ് എന്നുള്ള കാര്യം മറന്നു പോകുന്നുണ്ടോ? അദ്ദേഹത്തെ അങ്ങ് തമസ്കരിക്കുകയാണ് പലപ്പോഴും. അത് പിണറായി വിജയനോടുള്ള വിരോധത്തിൻ്റെ ഭാഗമായിട്ടാണോ? ഇതാണ് സ്വീകരിക്കുന്ന രീതി. ഇത് സാധാരണ നിലവിട്ടുള്ളതല്ലേ? ആ നില സ്വീകരിക്കുന്ന അത്തരം ആളുകൾ സ്വയം വിമർശനം നടത്തേണ്ടതാണ്. അതാണ് വിഷയമെന്നാണ് മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ വിമർശിച്ചത്. മാധ്യമങ്ങൾക്കെതിരെ നിരന്തരം വിമർശനം വരുന്നതും ഇത്തരം കാര്യങ്ങളിൽ മാറ്റമില്ലാത്തതിനെക്കുറിച്ചും പിണറായി പ്രതികരിച്ചു. മാധ്യമ വിമർശനം ഉന്നയിച്ചാലും ഇതിനൊന്നും മാറ്റം വരില്ല, കാരണം ഇതൊന്നും നിലപാടല്ലേ, ഇതിൻ്റെ ഭാഗമായി ഉയർത്തിക്കൊണ്ട് വരുന്നതല്ലേ, അതിനൊരു മാറ്റവുമില്ലല്ലോ എന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നാൽ വിഷം കുടിച്ചു മരിക്കുമെന്ന് പറഞ്ഞവരുടെ സന്തതി പരമ്പരകളാകുമ്പോൾ ആ നില തന്നെയല്ലേ തുടർന്നു പോകുന്നു എന്ന് പറയേണ്ടി വരുന്നു. അനുഭവത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ? ഇവിടെ എത്ര കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കം പങ്കാളിത്തം വഹിച്ച സർക്കാരുകൾ ഉണ്ടായി എന്നും ഈ നാടിന് പുരോഗതി അല്ലാതെ അധോഗതി ഉണ്ടായിട്ടുണ്ടോ? അതുകൊണ്ട് അധോഗതിയുടെ ഘട്ടത്തിൽ നിന്നും പുരോഗതിയുടെ ഘട്ടത്തിലേക്കല്ലേ നാടിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ സർക്കാർ എന്നും അതല്ലേ നമ്മുടെ അനുഭവമെന്നും മുഖ്യമന്ത്രി പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ വിഷയം ഇതൊന്നുമല്ല. മാധ്യമങ്ങൾക്ക് നിലവിട്ട സമീപനമെന്ന വിമർശനം നടത്താനൊക്കെ മുഖ്യമന്ത്രിക്ക് അവകാശമുണ്ട്, അധികാരമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഈ റിപ്പോർട്ടർ TV ചീഫ് എഡിറ്ററായിട്ടുള്ള നികേഷ് കുമാർ ആ അഭിമുഖവുമായി ബന്ധപ്പെട്ടിട്ട് മുഖ്യമന്ത്രിയോട് ചോദിക്കുന്ന ചോദ്യമുണ്ടല്ലോ, അതായത് ഈ സൈബറിടത്തിലൊക്കെ ഇങ്ങനെ നിലപാടുകളിൽ ഒരു സ്വയം വിമർശനം വേണോ, ഇത്തരത്തിലുള്ള ഒരു സ്വയം വിമർശനം വേണോ എന്നൊരു ചോദ്യം പിണറായിയോട് ചോദിക്കുമ്പോൾ, കാരണം ഇങ്ങനെ മാധ്യമങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അലക്കുന്ന വേറൊരു മുഖ്യമന്ത്രിയോ നേതാവോ ചിലപ്പോൾ ഉണ്ടാകില്ല. ഇത്രത്തോളം വിമർശന വിധേയനാകേണ്ടി വന്ന ഒരു നേതാവോ ഉണ്ടായി കാണില്ല. അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ ചോദ്യകർത്താവ് അങ്ങനെ ചോദിച്ചതും, കാരണം ഒരു സ്വയം വിമർശനത്തിന് വിധേയമാകുന്നുണ്ടോ എന്ന്. പക്ഷേ അപ്പോൾ അദ്ദേഹം പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞത്, നിങ്ങൾ ചില മാധ്യമങ്ങൾ ചെയ്യുന്ന ചില ചെറ്റത്തരങ്ങളുണ്ട്, അത് മാധ്യമങ്ങളെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു വാദഗതിയാണത്. അതായത് മാധ്യമങ്ങളുടെ നിലവിട്ട സമീപനം, നിലവിട്ട പെരുമാറ്റം, ചില മാധ്യമങ്ങൾ ചെയ്യുന്ന ചില ചെറ്റത്തരങ്ങൾ, അങ്ങനെ മാധ്യമങ്ങളെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള മുഖ്യമന്ത്രിയുടെ വാദം വന്നിട്ടും ഇത്ര ക്ഷോഭത്തോടു കൂടി പ്രതികരിച്ചിട്ടും അതിനൊന്നും മറ്റൊന്നും ചെയ്യാതെ ചിരിച്ചുകൊണ്ട് സമീപിക്കുന്ന നികേഷ് കുമാറിനെയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ മറ്റുള്ള മാധ്യമ മേഖലകളിലെ ഒരാൾ പോലും ഇതിനെതിരെ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. അപ്പോൾ മാധ്യമ മേഖലയ്ക്കെതിരെ മറ്റാരെങ്കിലും ഒരു വാക്കുമിണ്ടുകയോ മാധ്യമങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കുകയോ ഞങ്ങൾ നാലാം തൂണാണ് എന്ന് പറഞ്ഞ് ചാടി വീഴുന്ന ചില സിംഹങ്ങളൊക്കെ ഉണ്ട്. ആ സിംഹങ്ങളൊന്നും സടകുടഞ്ഞെണീറ്റ് കണ്ടില്ല. ഒരു ദൃശ്യമാധ്യമങ്ങളും അതിനെതിരെ ഒരു തരത്തിലുള്ള ശബ്ദവും ഉയർത്തിയില്ല. ഒരു സംഘടനകളും ഇനി പ്രസ് ക്ലബ്ബാണെങ്കിലും KUWG ആണെങ്കിലും ആരും ഇതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ മാധ്യമങ്ങൾക്ക് നിലവിട്ട സമീപനമെന്ന് വിമർശിക്കുവാനും അത്തരത്തിൽ ക്ഷോഭിച്ച് ചെറ്റത്തരം കാണിക്കുന്ന മാധ്യമങ്ങളെന്ന് വിളിച്ചു പറയുവാനും പിണറായി വിജയന് കഴിയുമ്പോൾ അതിനെതിരെ സംസാരിക്കാതെ പഞ്ചപുച്ഛമടക്കി നിൽക്കാൻ കഴിയുന്ന മാധ്യമപ്രവർത്തകരുടെ നാടായി തിരുവനന്തപുരം മാറി, കേരളം മാറി എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ചിലപ്പോഴൊക്കെ ആരെങ്കിലുമൊക്കെ ഇത് വിളിച്ചു പറയേണ്ടതല്ലേ? ഇങ്ങനെ മാധ്യമങ്ങൾക്കെതിരെ മാത്രമാണോ ചെയ്തു കൂട്ടുന്ന തെറ്റുകൾ, അല്ലെങ്കിൽ സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള സമീപനങ്ങൾ, തെറ്റായിട്ടുള്ള സമീപനങ്ങൾ, അതിനെ വിമർശനാത്മകമായി തന്നെ പൊളിച്ചെഴുത്ത് നടത്തേണ്ടതിൻ്റെ ആവശ്യകത ഉള്ളതുകൊണ്ടാണ് ചില മാധ്യമങ്ങളെങ്കിലും അത്തരത്തിൽ ഈ ഇടതുപക്ഷ സർക്കാരിനെതിരെയും പിണറായി വിജയനെതിരെയും ആഞ്ഞടിക്കുന്നത്. അങ്ങനെ ആഞ്ഞടിക്കുമ്പോൾ അതിലിങ്ങനെ ക്ഷോഭം കൊള്ളേണ്ട ആവശ്യമില്ല. കലിതുള്ളി മാധ്യമങ്ങളെ മുഴുവൻ ചെറ്റകളാണ് എന്ന് വിളിച്ചു പറയേണ്ട ആവശ്യവുമില്ല. പകരം
ചെയ്തു കൂട്ടുന്ന തെറ്റുകൾ കുറച്ചാൽ മാത്രം മതി. ആ തെറ്റുകളിൽ നിന്ന് പിന്നാക്കം പോയാൽ മതി. ഈ സമീപനങ്ങൾ, മാധ്യമങ്ങളുടെ സമീപനങ്ങളിലും മാറ്റമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ നട്ടലില്ലാതെ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ദൃശ്യമാധ്യമ രംഗത്തെ വലിയ വമ്പന്മാരുണ്ടല്ലോ, ഇങ്ങനെ മാധ്യമങ്ങളെ ചെറ്റകളെന്ന് വിളിച്ച് മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ, അധിക്ഷേപിക്കുമ്പോൾ അതിനെ കണ്ടില്ല എന്ന് പറഞ്ഞ് നടിക്കരുത്. പകരം ഞങ്ങൾ മാധ്യമ പ്രവർത്തകർ ഇവിടെ ഉണ്ട് എന്ന് പറയുവാനുള്ള ഒരു ആർജവമെങ്കിലും കാട്ടണം.